കഴക്കൂട്ടം കുളത്തൂരിലെ ഹോസ്പിറ്റലിലൊരു സംഭവം നടന്നു. കൊഴുപ്പ് മാറ്റൽ ശസ്ത്രക്രിയ, വണ്ണം കുറയ്ക്കൽ ശസ്ത്രക്രിയ നടത്തി 31 വയസ്സുകാരിയായ നീതു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഇത് ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞ് എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് 3 ലക്ഷം കണ്ടേക്കാണെന്ന് തോന്നുന്നു. 3 ലക്ഷം അങ്ങനെ പണം കൊടുത്ത്, അപ്പം പണം അധികം ഉള്ളതിൻ്റെ ഒരു ഇതായിരുന്നായിരിക്കും ആ കാണിച്ചു കൂട്ടിയത്. സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ ഇപ്പോഴാണ് ഇതൊക്കെ വെളിയിൽ വരുന്നത്. ഇങ്ങനത്തെ ശസ്ത്രക്രിയ നടത്തിയെന്നും പെൺകുട്ടിക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ രക്തഓട്ടം ഇല്ലാതായി, BP കുറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ചികിത്സ നടത്തുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കൈവിരലുകളും കാൽവിരലുകളും ഒക്കെ മുറിച്ചു മാറ്റി. മൊത്തത്തിൽ കയ്യിലും കാലിലും കൂടെ 9 വിരൽ മുറിച്ചു മാറ്റി. എന്തൊരു കഷ്ടമാണ്. ഒരുപാട് പേര് അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ച്, ഹോസ്പിറ്റലുകാർ പറഞ്ഞത് ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്, ശസ്ത്രക്രിയകൾ നടത്തുന്നുണ്ട്. അതിൽ കൂടുതലും സിനിമാ നടികളും സിനിമാ നടന്മാരുമാണ്. മോഹൻലാൽ പോലും വന്നിട്ടുണ്ട് ശസ്ത്രക്രിയ ചെയ്യാൻ എന്നൊക്കെയാണ് പറയണത്. അപ്പം എനിക്ക് തോന്നണ അവിടെ മോഹൻലാൽ വന്നോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പം അവരുടെ അടുത്ത് പറഞ്ഞു, വീട്ടുകാരുടെ അടുത്ത്, ഈ പെൺകുട്ടിയുടെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. മോഹൻലാൽ വന്ന് ശസ്ത്രക്രിയ നടത്തി. ശരിയാണ്, ഒരുപാട് സിനിമാ നടികളും നടന്മാരും ഒക്കെ ശസ്ത്രക്രിയകൾ നടത്താറുണ്ട്. മൂക്കിന് ശസ്ത്രക്രിയ നടത്തും. ചിലപ്പോൾ ചെറിയ കുഞ്ഞു മൂക്കായിരിക്കും, അതിനെ വലുതാക്കാനുള്ള ശസ്ത്രക്രിയ. അങ്ങനെ ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങളും ഓരോരുത്തർക്ക് ദൈവം കൊടുത്ത ശരീരം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ ഭൂമിയിലോട്ട് ഇറക്കുമ്പോൾ അവർക്ക് ഓരോരോ സൗന്ദര്യങ്ങൾ കൊടുക്കും. ചിലപ്പോൾ കൈ ചെറുതായിരിക്കാം, അല്ലെങ്കിൽ കാല് ചെറുതായിരിക്കാം, അതുപോലെ ചിലർക്ക് മൂക്ക് ചെറുതായിരിക്കാം. എല്ലാവർക്കും ഇപ്പോൾ എല്ലാം ഒത്തു വന്നെന്നൊന്നും ഇരിക്കൂല. അപ്പോൾ അവയവങ്ങളിൽ ചിലപ്പം ചില വ്യത്യാസങ്ങളൊക്കെ വന്നെന്നിരിക്കും. ചിലർക്ക് സൗന്ദര്യം കുറയാം. അപ്പോൾ ആ സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പോയി ശസ്ത്രക്രിയ ചെയ്യണവർ ഒരുപാട് പേരുണ്ട്. അതുപോലെ മൂക്ക് ചെറുതാണെങ്കിൽ മൂക്ക് വലുതാവണം, ഐശ്വര്യ റായിയുടെ മൂക്കാവണം. വേറെ ഏതൊക്കെ സിനിമാ നടികൾ അങ്ങനെ ശസ്ത്രക്രിയ ചെയ്ത് അവരങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. അതുപോലെ ശരീരം വണ്ണം കൂടുതലാണെങ്കിൽ അത് വണ്ണം കുറയ്ക്കാനായിട്ടുള്ള രംഗങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്, ശസ്ത്രക്രിയ നടത്താറുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ഇനി ആരോ പറഞ്ഞ് തെറ്റിദ്ധരിച്ചതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഈ പെൺകുട്ടി പ്രസവത്തിൽ 2 ഇരട്ട പ്രസവമാണ്, അതിൽ 2 കുട്ടികളാണെന്നാണ് പറയണത്. അപ്പോൾ അത് ആ പ്രസവത്തോടു കൂടി ഇത്തിരി വയറിറങ്ങി. അപ്പോഴതിന് കൊഴുപ്പ് മാറ്റാൻ ഈ വയറിറങ്ങിയെങ്കിൽ അത് എന്തെല്ലാം ഇതുണ്ട്. ഈ സിസേറിയൻ ചെയ്ത പെൺകുട്ടിയൊക്കെയാണെങ്കിൽ വയറിറങ്ങാറുണ്ട്. അത് ഇപ്പോൾ പ്രസവം പോലെയല്ല. പ്രസവിച്ച് കഴിയുമ്പോഴാണെങ്കിൽ അവർക്ക് ആ പ്രസവിച്ച് കിടന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന ഉടനെ തന്നെ വെള്ളം തിളപ്പിച്ചൊക്കെ പിടിക്കും. അപ്പോഴൊക്കെ വയറ് കുറയാറുണ്ട്. ഈ സിസേറിയൻ ചെയ്യണ പെൺപിള്ളേർക്കാണെങ്കിൽ കുറച്ച് ദിവസത്തെ ഒരിതൊക്കെ ഉണ്ട്, പിന്നെയാണ് ഈ ചൂട് വെള്ളമൊക്കെ പിടിക്കണത്. അങ്ങനെയൊക്കെ ആകുമ്പം അപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കും, പോലെ ബെൽറ്റ് ഇടുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സസൈസ് ചെയ്യാം, രാവിലെ ഒന്ന് ഓടാം, രാവിലെ ആയാലും വൈകിട്ടായാലും എക്സസൈസ് ചെയ്യാം. അതുപോലെ ഫുഡ് കൺട്രോൾ ചെയ്ത് പോവാം. ചോറ് വലിച്ചു വാരി വിഴുങ്ങാതെ. ഇപ്പം നമ്മളെ മലയാളികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും രാത്രി കിടക്കാൻ നേരത്ത് ചോറ് കഴിക്കാതെ പറ്റൂല. ഇങ്ങനെ ഈ ചോറ് വലിച്ചു വാരി കഴിച്ചിട്ട് നമ്മൾ ചെന്ന് കിടക്കുമ്പോൾ അത് പിന്നെ നമുക്ക് ഒരു ശകലം പോലും വ്യായാമം ഇല്ലാതെയാണ് നമ്മൾ കിടക്കണം. അങ്ങനെയൊക്കെ പല അസുഖങ്ങളിലും കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പോഴും നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഒരു 6 മണി 7 മണിക്കകത്ത് വെച്ച് നമ്മൾ ഈ പാതിരാത്രി ഇരുന്ന് വലിച്ചു വാരി തിന്നാതെ ഒരു 7 മണിയൊക്കെ ആവുമ്പോൾ തന്നെ നമ്മൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കണം. കഴിച്ചിട്ട് ഇച്ചിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, യോഗ ചെയ്യാം. ഈ പെൺകുട്ടി പ്രസവിച്ച് കിടന്നതിന് ശേഷം വണ്ണം വെച്ചായിരിക്കും. അപ്പം വയറിറങ്ങിപ്പോയി. അപ്പോൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് വയറ് കുറച്ച് ശരീരവടിവ് നല്ല മെലിഞ്ഞ് ഉള്ള ഒരു ഇതാവാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി എന്തോന്ന് ശസ്ത്രക്രിയയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇനി അവിടെ ഇരിക്കുന്ന ഡോക്ടർമാരെ അങ്ങനെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലതിങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ഈ ശസ്ത്രക്രിയയിൽ വല്ല പിഴക് വന്നോന്ന് നമുക്കറിഞ്ഞൂടാ. കഴക്കൂട്ടത്ത് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് 3 ലക്ഷമോ അങ്ങനെയും കണ്ടേ പറയുന്നുണ്ട്, 3 ലക്ഷവും കണ്ടേയൊക്കെ കൊടുത്ത് ശസ്ത്രക്രിയ ചെയ്ത്. പിന്നെ വേറെ ഹോസ്പിറ്റലിൽ എവിടെ അനന്തപുരി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയെന്ന് പറയുന്നു. കുറച്ച് ദിവസം 30 എത്ര ദിവസം അവിടെ കിടന്നെന്നും അനന്തപുരി ഹോസ്പിറ്റലിൽ. പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയിൽ വെന്റിലേറ്ററിലായ കാര്യം പറയുന്നു.
കാണിക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ഒത്തിരിയൊക്കെ ഒരിതായി. എന്ത് തന്നെ ആയാലും ഈ പെൺകുട്ടിയുടെ കയ്യിലെ വിരളും പോയി. അതൊരു കഷ്ടം തന്നെ. അത് കുട്ടിയെ കാണിക്കുന്നില്ല, എന്നാലും കൈയും അതും ഇതുമൊക്കെ കൈയും കാലും ഒക്കെ കാണിക്കുന്നുണ്ട്. കയ്യിലും കാലിലും മൊത്തത്തിൽ കാർത്ത് അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ കാണിച്ചു. ഇപ്പം കയ്യിലെ വിരളും കാലിലെ വിരളും ഒക്കെ പോയി. അങ്ങനെ മക്കൾ ചോദിക്കുന്നുണ്ട്, പിന്നെ അമ്മേ ഇതെന്ത് പറ്റി, മക്കൾക്കൊക്കെ സങ്കടം. 2 മക്കളാണെന്ന് പറയുന്നത്. സങ്കടം വരും എന്തായാലും. നല്ലതുപോലെ ഇരുന്ന ഒരു അമ്മ പോയി ഇങ്ങനെ കാണിച്ചിട്ട് വരുമ്പോൾ അതാണ് പറയണത്. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമുക്ക് ദൈവം തന്ന സൗന്ദര്യം, നമ്മൾ ജനിച്ചു വീഴുമ്പോഴേ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ സൗന്ദര്യങ്ങളുണ്ട്. ആ സൗന്ദര്യത്തിന് ആരും കുറ്റം പറയരുത്. ചിലരൊക്കെ കുറ്റം പറയാറുണ്ട്, അവരങ്ങനെയല്ല, സുന്ദരിയല്ല, ഇങ്ങനെ ഇരിക്കണം. ഈ പെൺകുട്ടിയുടെ അമ്മ പറയുന്ന വാക്കുണ്ട്. മോളുടെ കല്യാണം കഴിഞ്ഞ് 7-ാം മാസത്തിൽ കുഞ്ഞ് പ്രസവിച്ചു. 2 ഇരട്ടക്കുട്ടികളാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന് കുറച്ച് വയറുണ്ടായിരുന്നു. അപ്പോൾ ആ വയറിന് വേണ്ടി കുഞ്ഞ് പലയിടത്തും പോയി എക്സസൈസ് ചെയ്തപ്പോൾ അത് സഫലമായിട്ടില്ല. അപ്പം അങ്ങനെ ഒരു പരസ്യം കുഞ്ഞ് യൂട്യൂബിൽ കണ്ട് അപ്പോൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ചുമ്മാ അല്ല, പരസ്യം കണ്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തൊക്കെ. ഈ പെണ്ണുങ്ങളെ, നിങ്ങൾ ഈ പരസ്യമൊക്കെ കണ്ടിട്ട് ഉള്ള മരുന്നുകൾ കഴിക്കുന്ന അവസാനം രോഗികളായിട്ട് മാറും. അതുകൊണ്ട് പരസ്യം കണ്ടിട്ടൊന്നും ഓരോ മരുന്നുകൾ കഴിച്ച് നിങ്ങൾ വണ്ണം കുറയ്ക്കാതിരിക്കുക. വണ്ണം അവിടെ ഇരിക്കണമെങ്കിൽ ഒരു കാര്യം തന്നെ, നിങ്ങളെ വീട്ടിൽ തന്നെ എന്തെല്ലാം ചെയ്യാം. കൂടുതൽ ഈ ഫുഡൊക്കെ വലിച്ചു വാരിയൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരണത്. പറയാം ഞാനും വണ്ണം വെച്ച്. ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോൾ മെലിഞ്ഞാണ് ഇരുന്നത്. അയ്യോ, ഇപ്പം ഞാൻ ഇപ്പം മനസ്സിന് സുഖമുണ്ട്. അന്നന്ന് മനസ്സിനൊരു സുഖവും ഇല്ലായിരുന്നു. അയ്യോ, അന്നൊക്കെ കരഞ്ഞ് കണ്ണീരൊഴുക്കി നടക്കുമായിരുന്നു. തൊഴിലുറപ്പിനും പോകും. അപ്പോഴാകുമ്പോൾ മെലിഞ്ഞ് ഉണങ്ങി അങ്ങനെ ആളുകൾ പറയുമായിരുന്നു, അയ്യോ ഇതെന്തൊരു കിളവിയുള്ള കണക്കായി. അപ്പം ഞാൻ പറയും ഇങ്ങനെ ഇരുന്നാൽ മതി, ഇങ്ങനെ ഇരുന്നാൽ. പിന്നെ അതിൽ ഒരുപാട് എനിക്ക് ശരീരം കൊണ്ട് ഒരുപാട് എല്ലാം കുറഞ്ഞു. കാൽസ്യവും മൊത്തത്തിൽ എൻ്റെ ശരീരത്തിൽ എന്തേരൻ്റെ അളവുണ്ടോ അതെല്ലാം കുറഞ്ഞ്. വൈറ്റമിൻ ഡി ഒക്കെ ഒരുപാട് കുറഞ്ഞ്. ഇപ്പോഴാണ് ഞാൻ വൈറ്റമിൻ ഡി ഒക്കെ ഓരോ ഫുഡുകൾ ഡോക്ടർ കഴിക്കാൻ പറയുന്നത്. ഞാനൊന്നും കഴിക്കൂലായിരുന്നു. എൻ്റെ പ്രയാസം കൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത്. അപ്പോഴേ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഞാൻ മെലിഞ്ഞ്. ഇപ്പം ഞാൻ വണ്ണം വെച്ചേട്ടാ. 1.5 ലക്ഷം രൂപയാവുമെന്ന് പറഞ്ഞു. ആദ്യമേ 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. അപ്പോൾ കുഞ്ഞ് അതിന് തയ്യാറായില്ല. പിന്നെ 3 ലക്ഷം രൂപയ്ക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞ് പറഞ്ഞു സമയം കിട്ടുമ്പോൾ ഞാൻ വന്നോളാം ഡോക്ടറെ എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് ഇപ്പോൾ ഓഫറുണ്ട്, 3 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതനുസരിച്ചാണ് കുഞ്ഞ് അവിടെ പോയി ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു ശനിയാഴ്ച രാവിലെ അവർ അവിടെ അഡ്മിറ്റ് ആവുന്നു. ശനിയാഴ്ച തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു. അന്ന് അവിടെ ഹസ്ബൻഡിനെ കാണിച്ചിട്ടില്ല. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് ശേഷം ഡിസ്ചാർജായി വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ സ്വന്തം കാറിലാണ് മോൻ വീട്ടിൽ കൊണ്ടുവന്നത്. ഒരു 11 മണിയൊക്കെ ആയപ്പം കുഞ്ഞിന് അസ്വസ്ഥത തുടങ്ങി, തല ചുറ്റിലെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ മറുപടി ഉപ്പിട്ട് കഞ്ഞോളം കൊടുക്കാൻ പറഞ്ഞു. ഉടനെ ഉപ്പിട്ട് കഞ്ഞോളം കൊടുത്തു. അത് ഛർദ്ദിച്ചു. അങ്ങനെ 4 പ്രാവശ്യം ഇങ്ങനെ ഛർദ്ദിൽ വന്ന് തല കറങ്ങുന്നു എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ്റെ മറുപടി ഉപ്പിട്ട് കഞ്ഞോളം കൊടുക്കുക, ഓട്സ് കാച്ചി കൊടുക്കുന്നതാണ്. അപ്പം ലാസ്റ്റ് കുഞ്ഞിന് വയ്യാതെ വന്നെന്ന് പറഞ്ഞപ്പം പറഞ്ഞു രാവിലെ 9 മണിക്ക് ക്ലിനിക്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. 9 മണിക്ക് ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോൾ മോളും കൂടാണ് പോയത്. അപ്പം കൊണ്ടുപോയപ്പോൾ പറഞ്ഞു 10 കുപ്പി ബ്ലഡ് അടയ്ക്കണം, ബ്ലഡ് ഒരുപാട് കുറവാണെന്ന് പറഞ്ഞത് ഓഫീസിലോട്ട് ലീവിന് എഴുതി കൊടുക്കാൻ പോയി. മോളെയും കൊണ്ട് ബ്ലഡ് അടയ്ക്കാൻ പോയി. 1 മണിക്കൂർ തികച്ചായില്ല. അപ്പം തന്നെ വിളിക്കുന്നു, നീതുവിൻ്റെ ആരോഗ്യനില വളരെ മോശമാണ്, പെട്ടെന്ന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞു. കുഞ്ഞ് ഓടി വന്നപ്പം കണ്ടത് ഇനോവ വണ്ടിയിൽ മോളെ കയറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരനോട് പറഞ്ഞു സ്വന്തം വണ്ടിയിൽ ഹോസ്പിറ്റലിലോട്ട് വരാൻ പറഞ്ഞു. മോൻ സ്വന്തം വണ്ടിയിൽ അനന്തപുരി വന്നിട്ട് പോലും ഇവരെത്തിയിട്ടില്ല. പിന്നെ അതിന് ശേഷം മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ എത്തി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിന് അറ്റാക്ക് വന്നു. സ്വന്തം ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇത് കണ്ട അനന്തപുരി ഹോസ്പിറ്റലിലൊക്കെയാണ് അവസാനം വലിച്ചെടുത്തോണ്ട് പോയി അവിടെ കൊണ്ടിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ എന്തരൊക്കെ ചെയ്തെന്ന് വെച്ചാൽ. അന്തരം വേദന ഇപ്പം ഇച്ചിരിയൊക്കെ ഒരിതായെന്ന് പറയണം. ഇത്രയും ദിവസം ഇവർ ആ വീട്ടുകാർ രംഗത്ത് വന്നില്ലേ, അങ്ങേ അറ്റമായി വിരലുകൾ മുറിച്ച് എല്ലാം റെഡി ആയപ്പോൾ ഇപ്പം മീഡിയയുടെ മുന്നിൽ വന്നു. എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു പാഠവും ദയവ് ചെയ്ത് ഇങ്ങനെയെന്നുള്ള ശസ്ത്രക്രിയകൾ ചെയ്യാൻ. നമുക്ക് തന്ന സൗന്ദര്യം, പെൺകുട്ടിയായാലും ഒരു ആൺകുട്ടിയായാലും നമ്മൾ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ നമുക്കൊരു സൗന്ദര്യം തന്നിട്ടുണ്ട്. ആ സൗന്ദര്യത്തിൽ നമ്മൾ തൃപ്തരാവുക. അല്ലാതെ നടന്ന് ആവശ്യമില്ലാത്ത ഇതുകൾ വണ്ണം കുറയ്ക്കാനായിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ച് വണ്ണം കുറയ്ക്കുകയും അതിൽ നിന്ന് പല പല അസുഖങ്ങളും നമുക്കുണ്ടാവും. അതുപോലെ വണ്ണം കൂട്ടാനുള്ള മരുന്നുണ്ട്. വണ്ണം കൂട്ടണമെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ട,
പോണ്ട. നമുക്കിപ്പം രാവിലെ എഴുതിച്ചിട്ട് പാല മുട്ടേ നിങ്ങൾ കണ്ണിക്കണ്ട മരുന്നുകൾ ഓൺലൈൻ വഴിയൊക്കെ മേടിച്ച് കഴിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതെ പല പല സ്ഥലത്തും പല പല സ്ഥാപനങ്ങളിട്ടിട്ട് അവിടെ വണ്ണം കുറയ്ക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയറ്റിനുള്ള മരുന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല ഇതുകളും വരാറുണ്ട്. അതിലൊന്നും നിങ്ങൾ ചെന്ന് വീഴാതിരിക്കുക. ഇവിടെ വന്ന് സ്ട്രെച്ചറിൽ കയറ്റി നേരെ ICUലാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡയാലിസിസും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ 28 ദിവസം ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടത്. ഡോക്ടർ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല, കുട്ടി പോയി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക്, മുഖ്യമന്ത്രിക്ക്, കളക്ടർക്ക്, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക്, ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് ഇപ്പം എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പരാതി കൊടുക്കുന്നുമ്പ് ഈ മോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ വീട്ടുകാരെന്തൊരു ചെയ്യണമായിരുന്നു, മോൾ അങ്ങനെയൊന്നും പോണ്ട, ദൈവം തന്ന സൗന്ദര്യം നമ്മക്കൊണ്ട്, അല്ലെങ്കിൽ കൊഴുപ്പ് മാറ്റാൻ മോള് എന്തോന്ന് ചെയ്യും, ഒന്ന് എക്സസൈസ് ചെയ്യേ എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. ആ പെൺകുട്ടിക്ക് അറിഞ്ഞൂടെങ്കിൽ ഇത് ചെയ്തില്ല. ഇത് പറഞ്ഞ 5 ലക്ഷത്തിന് പൈസ കൂടുതലുണ്ടായിരുന്നായിരിക്കും. അതാണ് 5 ലക്ഷം ചോദിച്ചു 3 ലക്ഷത്തിൽ ഒതുക്കി. അതും പരസ്യം കണ്ടാണ് പോയത്. പരസ്യം കണ്ട് ഹോസ്പിറ്റലിൻ്റെ പരസ്യം കണ്ടൊക്കെ പോയതായിരിക്കും. എന്നിട്ട് ആ പരസ്യത്തിൽ ചിലപ്പം വെച്ചിരുന്നായിരിക്കും മോഹൻലാൽ വരണ സിനിമാ നടന്മാർ നടികൾ എല്ലാവരും വന്ന് ഇതുപോലെ ശസ്ത്രക്രിയകൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും. അങ്ങനെയൊന്നും നിങ്ങൾ വീഴാതിരിക്കുക ദയവ് ചെയ്ത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല, ഇത്രയൊക്കെ തന്നെ പറയാനുള്ളത്. അതുകൊണ്ട് അവരവരുടെ ശരീരം അവരവർ നോക്കുക.